എന്നും നേരത്തെ കിടന്നുറങ്ങണം എന്ന് വിചാരിക്കും, പക്ഷെ സാധിക്കില്ല. കാരണം രാത്രി മാത്രം നമുക്ക് കിട്ടുന്നൊരു മനസമാധാനമുണ്ട്, ഒരു നിശബ്ദത ഉണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വർക്ക് പ്രഷറോ ഒരു ഇമോഷണൽ പ്രഷറോ ഒരു ടാർഗറ്റുകളോ ഡിസിഷൻ മേക്കിങ്ങോ ഒന്നുമില്ലാത്ത കുറച്ച് മണിക്കൂറുകൾ. ആ ദിവസം അവിടെ കഴിഞ്ഞു. ഇനി ഒന്നും ആ ദിവസത്തിൽ ചെയ്യാൻ നമുക്ക് ബാക്കിയില്ല. കിടന്നുറങ്ങി എഴുന്നേറ്റാലേ അടുത്ത ദിവസം തുടങ്ങും. ഒരു സമയം നിന്ന പോലെ ഒരു ഫീല്. ഈ പറയുന്ന കെയോസ് നിന്നും ഒച്ചപ്പാടിൽ നിന്നൊക്കെ മാറി നമ്മളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന കുറച്ച് സമയം. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറിയൊരു മെഡിറ്റേഷൻ, പ്യുവർ പീസ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് സംസാരിച്ചു തുടങ്ങുക. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചിന്തകളും ഈ 2 മണിയോട് അടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഇല്ലേ, ആ ദിവസത്തെ ക്ഷീണം കൊണ്ട് ശരീരം തളർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റൂല. പക്ഷെ മനസ്സാണെങ്കിലോ ഈ പറയുന്ന ബഹളങ്ങളൊക്കെ ഒതുക്കി സബ് കോൺഷ്യസിനെ ഉണർത്തിയ സമയം. ആ സമയത്ത് വല്ലാത്തൊരു ഉണർവാണ്. നമുക്ക് ചിലപ്പോൾ തിരക്കഥ എഴുതാൻ തോന്നും, പാട്ട് പാടാൻ തോന്നും, പഠിക്കാൻ തോന്നും, വർക്കൗട്ട് ചെയ്ത് ബോഡി ഫിറ്റ് ആക്കാൻ തോന്നും, മണി ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, പിന്നെ അടുത്ത 5 വർഷത്തേക്കുള്ള നമ്മുടെ പ്ലാനുകൾ, ഇതൊക്കെ നമുക്ക് തനിയെ ആ സമയത്ത് ഓർമ്മ വരും, ചെയ്യാൻ തോന്നും. സോ നൗ ഐ വാണ്ട് യു ടു പോസ് ആൻഡ് തിങ്ക്. ചത്ത മനസ്സുമായി വന്ന നമുക്ക് എങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്കിടയിൽ വിൽ പവറും ഈ പറയുന്ന മൂഡും ഒക്കെ വന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ ദിവസം കഴിഞ്ഞു. അന്നേ ദിവസം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഉറങ്ങി എഴുന്നേറ്റാലേ നാളത്തെ ദിവസം ആവുള്ളൂ. സമയം രാവിലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മനസ്സത് മറക്കും. ആ പ്രഷർ അങ്ങോട്ട് ഒഴിവാകും. നമ്മൾ ഉണർന്നിരിക്കുന്നത് വേറെ ആർക്കും അറിയില്ല. വിൽ ബി ഇൻവിസിബിൾ ടു ദ വേൾഡ്. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. ഈ അനുഭവിച്ച ഹൈപ്പർ ആക്റ്റീവ് മൈൻഡ് അത് ഓൺ ആവാൻ കാരണം പ്രഷർ കുറഞ്ഞുകൊണ്ടാണ്. സോ ജസ്റ്റ് ഇമാജിൻ, ഒരു ദിവസം മുഴുവൻ നമ്മുടെ മനസ്സിനെ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം വരുമ്പോഴും മണി, വർക്ക് പ്രഷർ, റിലേഷൻഷിപ്പ്, ഇതിൻ്റെയൊക്കെ ഇടയിലും മനസ്സിനെ ഈ ഫ്ലോ സ്റ്റേറ്റിൽ പിടിച്ചു വെച്ച് കാമായി ഇതൊക്കെ ഡീൽ ചെയ്യാൻ സാധിച്ചാൽ ഒരു വർഷം കൊണ്ട് തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഗോൾസിലേക്ക് അടുത്തടുത്ത് വരും. അതിന്റെ ടീസറാണ് രാത്രി ഉറക്കമില്ലാതെ നമ്മൾ അനുഭവിക്കുന്നത്. ആ സമയത്ത് ഫിസിക്കൽ ബോഡി ടയേർഡ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റൂല. ദാറ്റ്സ് വൈ ദേ സേ എവറിത്തിങ് ഇസ് അച്ചീവബിൾ വെൻ യു അച്ചീവ് ദ മാസ്റ്ററി ഓവർ യുവർ മൈൻഡ്. സമാധാനത്തിൽ ഓടിച്ചാൽ മനസ്സ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കും. സോ പ്രൊട്ടക്ട് യുവർ പീസ്, പ്രൊട്ടക്ട് യുവർ ടൈം. ചെറിയ ജീവിതമാണ്, കുറഞ്ഞ സമയമാണ്, വലിയ ആഗ്രഹങ്ങളാണ്. സംതിങ് ടു തിങ്ക് അബൌട്ട്.